ഈ സെന്റൻസ് ഒക്കെ ഒന്ന് നോക്കിയേ. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും പറയേണ്ട സെന്റൻസുകളാണ് ഇവയൊക്കെ. ഇതിനൊക്കെ പ്രപ്പോസിഷന്റെ ഉപയോഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്, ഇൻ, ഓൺ തുടങ്ങിയിട്ടുള്ള പ്രപ്പോസിഷൻസ് നമ്മൾ ഏതൊരു സെന്റൻസിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് അതിന്റെ ശരിയായ രീതി അറിയാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകളും വരുത്താറുണ്ട്. സോ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, നമുക്കറിയാം അറ്റ്, ഓൺ, ഇൻ അല്ലെ പ്രപ്പോസിഷൻസ് ആണ്. സോ നമ്മൾ ചെയ്യണത് സമയമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് ഈ രണ്ട് സെന്റൻസ് നോക്കുക. മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് മൺഡേ അല്ലെ. ഇന്നാണോ അറ്റാണോ ഓണാണോ, അറ്റാണോ ഓണാണോ ഇന്നാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ അതേ സെന്റൻസ് ആണ്, പക്ഷേ മൈ ബർത്ത്ഡേ ഈസ് ഡിസംബർ അല്ലെ, ഡിസംബറിലാണ്. എന്താ രണ്ട് സെന്റൻസും? എന്റെ ബർത്ത്ഡേ മൺഡേ ആണ്, തിങ്കളാഴ്ചയാണ് എന്റെ പിറന്നാൾ എന്നുള്ളതാണ് ആദ്യത്തെ സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ് എന്റെ ബർത്ത്ഡേ ഡിസംബർ മാസത്തിലാണ് എന്നുള്ളതാണ്. നമ്മൾ പറയുമ്പോൾ രണ്ട് സെന്റൻസും ഏകദേശം ഒരേപോലെയുള്ള സെന്റൻസ് ആണ്, പക്ഷെ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻസിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത് എന്ന് നമുക്ക് തീർത്തും ഇന്നത്തെ വീഡിയോയുടെ കൺഫ്യൂഷൻ മാറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഈ കാണുന്ന ചാർട്ടായിട്ട് നമ്മളെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നോക്കൂ, അറ്റ് സമയമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള സമയം പറയുമ്പോഴാണ് നമ്മൾ അറ്റ് എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക. ഡേ അല്ലെങ്കിൽ ഡേറ്റ്സ് ആവുമ്പോൾ ഓൺ എന്ന പ്രപ്പോസിഷനും, സീസൺസ്, മന്ത്, ഇയർ ഒക്കെ പറയുമ്പോൾ ഇൻ എന്ന പ്രപ്പോസിഷനുമാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ആദ്യത്തെ സെന്റൻസ് നോക്കിയേ. മൈ ബർത്ത്ഡേ ഈസ് എന്താ വരിക? ഡേ ആണല്ലേ, മൺഡേ എന്നുള്ളതാണ്. സോ ഏത് പ്രപ്പോസിഷനാണ് നമ്മൾ പറഞ്ഞു? ഡേ അല്ലെങ്കിൽ ഡേറ്റ്സിന് ഓൺ എന്ന പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുക. സോ മൈ ബർത്ത്ഡേ ഈസ് ഓൺ മൺഡേ. ഇതിനെ മറിച്ച് അടുത്ത സെന്റൻസോ മൈ ബർത്ത്ഡേ ഈസ് ഡിസംബറിലാണ് എന്നാണ് പറഞ്ഞത് അല്ലേ. സോ ഡിസംബർ അതായത് മാസമാണ്, മന്താണ്. മന്ത് വരുമ്പോൾ എന്താ വരിക? ഇന്നാണ് വരേണ്ടത്. സോ മൈ ബർത്ത്ഡേ ഈസ് ഇൻ ഡിസംബർ. സോ ഇതൊന്ന് മനസ്സിലാക്കി വെക്കാൻ നമുക്ക് കുറച്ച് സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് നമ്മൾ തറവാവുന്നതാണ് ഈ ഒരു പ്രപ്പോസിഷൻസിൽ. ഓക്കെ, നമ്മൾ എല്ലാ ടൈപ്പ് സെന്റൻസും അല്ല ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. സമയമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ എക്സാക്ട് ടൈം, അല്ലെങ്കിൽ ഏത് ദിവസം, അല്ലെങ്കിൽ കാലം, ഏത് സീസൺസ്, മന്ത്, ഇയർ തുടങ്ങി ഇതെല്ലാം ഒരു സമയത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. സോ അതായിട്ട് ബന്ധപ്പെട്ട സെന്റൻസുകളിൽ എങ്ങനെയാണ് പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യാം. ദ വെദർ ഈസ് കോൾഡ് വിന്റർ. എന്താണ്? ദ വെദർ ഈസ് കോൾഡ് അറ്റ് വിന്റർ ആണോ? ദ വെദർ ഈസ് കോൾഡ് ഓൺ വിന്റർ ആണോ? ഇൻ വിന്റർ ആണോ? ഏതാ വരിക? വിന്റർ എന്ന് പറയുന്നത് എന്താണ്? സീസൺ ആണ് അല്ലെ. ഒരു സീസൺ ആയതുകൊണ്ട് നമുക്ക് പ്രപ്പോസിഷൻ ആയിട്ട് ഏതാ യൂസ് ചെയ്യേണ്ടത്? The weather is cold in winter. The weather is cold in winter. I get up 6:30 AM and go for a run. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ 6:30 എണീച്ചിട്ട് ഓടാൻ വേണ്ടി പോകാറുണ്ട് അല്ലെ. I get up 6:30 AM. കൃത്യമായിട്ട് സമയം പറഞ്ഞിരിക്കുന്നു. ടൈം പറയുമ്പോൾ ഏത് പ്രപ്പോസിഷനാണ്? അറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. സോ I get up at 6:30 AM and go for a run. She does not like to leave the office. അറ്റാണോ ഓണാണോ ഇന്നാണോ? ലഞ്ച് ടൈം. She does not like to leave the office at lunch time. എന്തുകൊണ്ടാണ് അറ്റ്? സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ലഞ്ച് ടൈം ഒരു സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്, അതുകൊണ്ട് അറ്റാണ് വരിക. His birthday is 19th October. 19th ഒക്ടോബറിലാണ് പുള്ളിക്കാരന്റെ ബർത്ത്ഡേ. സോ നോക്കൂ, നമ്മൾ പറഞ്ഞു ഡേ ആണെങ്കിൽ ഓൺ പറഞ്ഞു, പക്ഷെ ഇവിടെ ഡേയും വരേണ്ടത് കഴിഞ്ഞ് മാസവും വരുന്നുണ്ട് അല്ലെ. പക്ഷെ ഫസ്റ്റ് ഇവിടെ വരുന്നത് 19th എന്നുള്ള ഡേറ്റ് ആയതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് ഡേറ്റ് ആണ്. സോ ഓൺ ആണ് വരേണ്ടത്. ഹിസ് ബർത്ത്ഡേ ഈസ് ഓൺ 19th October. They have 4 classes the morning. നോക്കൂ, ഇവിടെ ഇന്നാണോ ഓൺ ആണോ അറ്റാണോ? നമുക്കറിയാം നമ്മൾ ഇതിൽ പറഞ്ഞത് ടൈം, ഡേ, ഡേറ്റ്സ്, സീസൺസ്, മന്ത്, ഇയർ അല്ലെ. ഇതിലൊന്നും പക്ഷേ ഈ മോർണിംഗ് പെടുന്നില്ല. സോ ഇവിടെ എന്താ വരിക? ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുണ്ട്. ഒരു ഡേ ടൈം, അതായത് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് അല്ലെ. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, രാവിലെ, ഉച്ച, വൈകിട്ട്. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, ഈ 3 വേർഡ്സിനും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻ എന്ന പ്രപ്പോസിഷൻ ആണ്. They have 4 classes in the morning. They have 4 classes in the afternoon. മോർണിംഗ് ആണെങ്കിലും
ആഫ്റ്റർനൂൺ ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും വരുന്ന പ്രൊപ്പോസിഷൻ ഇൻ ആണ്. ഇവിടെ ഏത് പ്രൊപ്പോസിഷൻ ആണ് വരിക? ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഡാഷ് വിന്റർ ഐ എൻജോയ് വാച്ചിങ് ദ ബ്യൂട്ടിഫുൾ സൺസെറ്റ്സ്. അറ്റ് വിന്റർ ആണോ, ഓൺ വിന്റർ ആണോ, ഇൻ വിന്റർ ആണോ? ഏതാ വരിക? ഇൻ ആണ് വരിക. കാരണം എന്താണ്? വിന്റർ ഒരു സീസൺ ആണ് അല്ലെ. ഒരു സീസണെ കുറിച്ച് പറയുകയാണ്. വിന്റർ അല്ലെങ്കിൽ സമ്മർ എന്നൊക്കെ പറയുന്നത് സീസൺസ് ആണ്. സോ ഇതില് ഇൻ എന്ന പ്രൊപ്പോസിഷൻ ആണ് വരിക. ഇവിടെ എന്താ വരിക നോക്കിയേ. ഡാഷ് വീക്ക് ഡേയ്സ് ഐ വർക്ക് അണ്ടിൽ 12. എന്താണ്? അറ്റ് വീക്ക് ഡേയ്സ് ആണോ, ഓൺ വീക്ക് ഡേയ്സ് ആണോ, ഇൻ വീക്ക് ഡേയ്സ് ആണോ? ഉത്തരം ഓൺ എന്നുള്ളതാണ്. കാരണം വീക്ക് ഡേയ്സ് എന്നാണ് പറയുന്നത് അല്ലെ. ഡേ ആയിട്ടും ഡേറ്റ്സ് ആയിട്ടും ബന്ധപ്പെട്ടിരിക്കണം. അതുകൊണ്ട് ഓൺ എന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്തു. ഓൺ വീക്ക് ഡേയ്സ് ഐ വർക്ക് അണ്ടിൽ 12. ഐ യൂഷ്വലി റിലാക്സ്. എന്താ വരിക? ഈവനിങ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഇതൊക്കെയാണെങ്കിൽ പ്രപ്പോസിഷൻ ഇൻ എന്നുള്ളതാണ് വരിക. ഓക്കെ, സോ ഇവിടെ ഇൻ ആണ് വരിക. ഐ യൂഷ്വലി റിലാക്സ് ഇൻ ദ ഈവനിങ്. The weather is very cold here. ഡാഷ് ക്രിസ്മസ്. ക്രിസ്മസില് വെതർ വളരെ തണുപ്പുള്ളതായിരിക്കും അല്ലെ. എന്താ വരിക? അറ്റ് ആണ് വരിക. എന്താണെന്നറിയാമോ? ക്രിസ്മസ് പോലുള്ള ഒരു ഹോളിഡേ അല്ലെങ്കിൽ ക്രിസ്മസ് എന്ന് വരുമ്പോൾ അറ്റ് തന്നെയാണ് വരിക. കൂടാതെ ഹോളിഡേസ് പറയുമ്പോൾ നമ്മൾ അറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. The company was founded. നോക്കൂ എന്താണ് വരിക? ഏത് പ്രൊപ്പോസിഷനാണ് വരിക? The company was founded ഇൻ ദ ഇയർ ആണ് വരിക. ഇൻ ആണ് വരിക. കാരണം എന്താണ്? ഇയറിനെ പറയുന്നു. ഇയർ, മന്ത്, സീസൺ ഒക്കെ ആവുമ്പോൾ ഇൻ എന്ന പ്രൊപ്പോസിഷൻ ആണ്. ഓക്കെ, ഇവിടെ എന്താ വരിക? എന്തിനെ കുറിച്ചാണ് പറയണത്? സീസണെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഡാഷ് സ്പ്രിംഗ് ദ വെദർ ഈസ് വാർമർ. എന്താ വരിക? ഇൻ ആണ് അല്ലെ. സീസൺ ആണ്, അതുകൊണ്ട് ഇൻ എന്ന പ്രൊപ്പോസിഷൻ ആണ് വരിക. ഇനി ഈ രണ്ട് സെന്റൻസ് നോക്കുക. ഈ രണ്ട് സെന്റൻസിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. ഷീ ഈസ് എ നേഴ്സ് ആൻഡ് ഷീ വർക്ക്സ് ഡാഷ് നൈറ്റ്. നൈറ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. നമ്മൾ ഇവിടെ ടൈം, ഡേ, ഡേറ്റ്സ്, സീസൺസ്, മന്ത്, ഇയർ ഒക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഡേ ടൈം, അതായത് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഇതൊക്കെയാണെങ്കിൽ ഇന്നാണ് വരിക എന്ന് നമ്മൾ പറഞ്ഞു. ഇതിപ്പോൾ നൈറ്റ് ആണ്. നൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് സെന്റൻസും രാത്രിയുള്ള സംഭവമാണ്. ആദ്യത്തെ സെന്റൻസ് എന്താണ്? ഷീ ഈസ് എ നേഴ്സ് ആൻഡ് ഷീ വർക്ക്സ് ഡാഷ് നൈറ്റ്. അവൾ നേഴ്സാണ്, അവൾ ജോലി ചെയ്യുന്നത് രാത്രിയിലാണ്. The baby often wakes up dash in the night. കുട്ടി രാത്രി ഇടയ്ക്ക് എണീക്കാറുണ്ട് എന്നാണ് പറയണത്. നോക്കൂ, ഇവിടെ ആദ്യം നമ്മൾ ആൻസർ പറഞ്ഞുതരാം എന്താണുള്ളത്. ആദ്യത്തത് അറ്റ് ആണ് വരിക, രണ്ടാമത്തത് ഇന്നു ആണ് വരിക. എന്തുകൊണ്ടെന്നറിയാമോ? ഇവിടെ നേഴ്സ് ചെയ്യുന്ന പ്രവൃത്തി ഒരു ഹോൾ നൈറ്റ് നീണ്ടു നിൽക്കുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഇവിടെ അറ്റ്. അത് കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന സാധനമാണ്. രണ്ടാമതായിട്ട് ദ ബേബി ഓഫൺ വേക്സ് അപ്പ് ആണ് അല്ലെ. കംപ്ലീറ്റ് ആയിട്ട് രാത്രി കംപ്ലീറ്റ് ആയിട്ട് കുട്ടി എണീറ്റിരിക്കുന്നതാണോ പറയണത്? അല്ല, രാത്രിയിലെ കുട്ടി എണീക്കാറുണ്ട് അല്ലെ. ആ രീതിയിലാണ് സെന്റൻസ്. സോ അത്തരം സെന്റൻസ് വരുമ്പോൾ ഇൻ എന്നുള്ളതും ഓൾ നൈറ്റ് ഒരു രാത്രിയെ മൊത്തമായിട്ട് ഉള്ള സൂചിപ്പിച്ചുകൊണ്ടുള്ള സെന്റൻസ് ആണെങ്കിൽ അറ്റ് എന്ന പ്രപ്പോഷനുമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ അതുകൂടെ മനസ്സിലാക്കി വെക്കുക. സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്